Hello dear students, welcome to the new chapter Mathematical Reasoning. Mathematical Reasoning എന്നുള്ള ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ കൂടുതലും നമ്മൾ സാധാരണ മാത്സിലെ പ്രോബ്ലംസ് ഒക്കെ അല്ലെ കൂട്ടിയും കുറച്ചും നമ്മൾ അങ്ങനെ ചെയ്ത് കുറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ലോജിക് അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, തുടങ്ങാം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സ്റ്റേറ്റ്മെന്റ് ആണ്. മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. എ സെന്റൻസ് ഈസ് സെഡ് ടു ബി മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ഇഫ് ഇറ്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫാൾസ് ബട്ട് നോട്ട് ബോത്ത്. അതായത് ഒരു സെന്റൻസിന് മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയണമെങ്കിൽ അതൊന്നെങ്കിൽ ശരിയായിരിക്കണം, അല്ലെങ്കിൽ അത് തെറ്റായിരിക്കും. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ബട്ട് നോട്ട് ബോത്ത്. രണ്ടും ആവണം. ഒരേ സമയം രണ്ടും ആവലൊക്കെ അത് പറ്റും. ഒന്നുകിൽ അത് ഉറപ്പായിട്ടും ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും ഫാൾസ് ആയിരിക്കണം, ബട്ട് നോട്ട് ബോത്ത്. പക്ഷെ എന്താ പാടില്ല, രണ്ടും ആകാൻ പാടില്ല. ട്രൂ ആവും അതോടൊപ്പം ഫാൾസ് ആവും. അങ്ങനെ ഉള്ളതൊന്നും എന്താവില്ല, മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആവില്ല. ഇപ്പൊ എക്സാമ്പിൾ നോക്കാം. Any triangle has 4 sides. ഏത് ട്രയാങ്കിൾ എന്നുണ്ട്? 4 സൈഡ്സ് ഉണ്ട് അല്ലെ? ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്, ഉറപ്പ് വേണം. അത് ശരിയാണ് എന്ന് പറഞ്ഞാലും അത് സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റാണ് എന്ന് പറഞ്ഞാലും അത് സ്റ്റേറ്റ്മെന്റ് ആണ്. ചില സമയത്ത് അത് ശരിയാവും, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാവും. അങ്ങനെയുള്ളത് എന്താവില്ല, സ്റ്റേറ്റ്മെന്റ് ആവും. ഒരു ട്രയാങ്കിളിന് 4 സൈഡ് ഉണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം തെറ്റാണ് അല്ലെ, മതി. അത് ഫാൾസ് ആണ് ഉറപ്പാണല്ലോ എങ്കിൽ അത് സ്റ്റേറ്റ്മെന്റ് ആണ്, മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്. ഇനി ഉറപ്പായിട്ടൊരു ശരിയാണെങ്കിലോ അപ്പോഴും എന്താണ്, മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സാമ്പിൾ പറയാം. 2 + 3 = 5. 2 3 കൂട്ടി 5 കിട്ടും. അത് ശരിയാണല്ലോ, ഉറപ്പാണല്ലോ, അതെന്നും ശരിയാണല്ലോ എങ്കിൽ അത് മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. 2 + 5 = 3. 2 + 5 3 ആണ്. തെറ്റല്ലേ, ഫാൾസ് ആണ്, ഉറപ്പാണല്ലോ. എപ്പോഴും ഫാൾസ് അല്ലേ, ചില സമയത്ത് അത് ട്രൂ ആവും. ഇല്ല, ഉറപ്പായിട്ടും അത് ഫാൾസ് ആണ്, മതി. എങ്കിലും അത് മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നെങ്കിൽ അത് ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഫാൾസ് ആയിരിക്കണം. ചിലപ്പോ അത് ശരിയാവും, ചിലപ്പോ തെറ്റ്. അങ്ങനെയൊന്നും പറ്റില്ല. എക്സാമ്പിൾ പറയാം. ടുഡേ ഈസ് മൺഡേ. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഒരു സെന്റൻസ് ആണ്, ഓക്കെ. പക്ഷെ അത് മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് അല്ല. അത് ശരിയാണ് എന്ന് മാത്രമേ ശരിയാവുള്ളൂ. അത് തിങ്കളാഴ്ചകളിൽ മാത്രം പറയുമ്പോഴേ ശരിയാവുള്ളൂ അല്ലെ. ചൊവ്വാഴ്ച പോയി പറഞ്ഞോക്കാം. ചൊവ്വാഴ്ച നമ്മൾ പറയാം ടുഡേ ഈസ് മൺഡേ, ശരിയാണോ? ഇല്ല, തെറ്റ്. ബാക്കി ദിവസങ്ങളൊക്കെ തെറ്റാണ്, തിങ്കളാഴ്ചകളിൽ മാത്രമേ അല്ലെ ശരി. ചില സമയത്ത് അത് ശരിയാവും, ചില സമയത്ത് അത് തെറ്റാവും. ഓക്കെ, വേറെ എക്സാമ്പിൾ. അപ്പൊ എന്തല്ല, ചിലപ്പോ ശരി, ചിലപ്പോ തെറ്റ്, ചിലപ്പോ രണ്ടും അല്ലെ, രണ്ടും ഒരേ സമയം സംഭവിക്കും. എന്താണ്, ശരിയാവും തെറ്റുമാവുകയാണെങ്കിൽ അതെന്താവില്ല, ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് അല്ല. വേറെ പറയാം. എക്സാമ്പിൾ. അമേരിക്ക ഈസ് വെരി ഫാർ ഫ്രം ഹിയർ. അമേരിക്ക വളരെ അകലെയാണ്, ഇവിടുന്ന് വളരെ അകലെയാണ്. നമ്മൾ ആലോചിക്കുമ്പോ ഓക്കെ, നമ്മളെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ അമേരിക്ക ഒരുപാട് അകലെയാണ്. അത് എപ്പോഴും അങ്ങനെ ആവും. എല്ലാ സ്ഥലത്തും പോയി നോക്കിയാലും അമേരിക്കക്ക് അടുത്ത് എന്ന് നോക്കിയാലോ, അവിടെ പോയി പറഞ്ഞാലോ, അപ്പൊ അതെന്താ, അപ്പൊ അത് എന്താവില്ല, ശരിയാവില്ല. ഇവിടുന്നൊക്കെ നോക്കുമ്പോ ഒരുപാട് ദൂരെയാണ്. എപ്പോഴും ഒരുപാട് ദൂരെയാണെങ്കിൽ അത് നമുക്ക് ഉറപ്പായിട്ട് പറയാം ശരിയാണ്, അതുകൊണ്ട് ശരി. എപ്പോഴും അടുത്താണെങ്കിലും നമുക്ക് പറയാം. ചില സമയത്ത് ഒരുപാട് അടുത്തായിരിക്കും, ചില സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ഒരുപാട് അകലെ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് അടുത്തുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരുപാട് അടുത്തെന്ന് പറയാൻ പറ്റും. അത് ചിലപ്പോൾ ശരിയാവാറുണ്ട്, ചിലപ്പോൾ തെറ്റാവാറുണ്ട്. അത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനനുസരിച്ചിരിക്കും. അപ്പൊ അതിന് ഉറപ്പായിട്ട് ശരിയെന്നും തെറ്റെന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ രണ്ടും ശരിയാവാറോ തെറ്റും ശരിയാക്കാൻ വരാറുണ്ട്. അതെന്തല്ല, മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്. വേറെ. ടുമോറോ ഈസ് ഫ്രൈഡേ. നാളെ വെള്ളിയാഴ്ചയാണ്. അത് പറയാ ശരിയാവും. ഏത് ദിവസങ്ങളൊക്കെ ശരിയാ, വ്യാഴാഴ്ചകളിൽ അത് പറഞ്ഞാൽ കറക്റ്റ് ശരിയാണ്. പക്ഷെ അതൊന്നും ശരിയാവും. ഉറപ്പായിട്ടും ട്രൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഉറപ്പായിട്ടും ഫാൾസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വ്യാഴാഴ്ചകളിൽ മാത്രം അത് ശരിയാവും അല്ലെ. അതുപോലെ യെസ്റ്റർഡേ, ഇന്നലെ ഏതായിരുന്നു? ഇന്നലെ ഒരു ചൊവ്വാഴ്ചയായിരുന്നു, ട്യൂസ്ഡേ. ഇന്നലെ
ചൊവ്വാഴ്ചയായിരുന്നു എന്ത് പറയാം, ബുധനാഴ്ചകളിൽ പറയാം. ബുധനാഴ്ചകളിൽ അത് ശരിയാവും അല്ലെ, ബാക്കിയുള്ള ദിവസങ്ങൾ ശരിയാവില്ല ഇല്ലോ. അപ്പോ ഉറപ്പായിട്ടും ട്രൂ ആവണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഫാൾസ് ആവണം. അത്തരമുള്ള ആളുകൾ മാത്രമേ എന്താവുള്ളൂ മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആവും. അതില് ഓർഡർ, കമാൻഡ്, ക്വസ്റ്റ്യൻ മാർക്കുകൾ അതൊന്നും പറ്റില്ല. ഗെറ്റ് ഔട്ട് ഫ്രം ദ ക്ലാസ് അതൊന്നും എന്തല്ല, സ്റ്റേറ്റ്മെന്റ് അല്ല. അല്ലെങ്കിൽ ഹൗ ബ്യൂട്ടിഫുൾ യു ആർ, വാവ്, ഇങ്ങനെയുള്ള ഇതൊന്നും. അതേമാതിരി കമാൻഡ്, അതുപോലെ ക്വസ്റ്റ്യനിങ്, വേർ ആർ യു കമ്മിങ് ഫ്രം, വേർ ആർ യു ഗോയിങ്, അല്ലെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇതൊന്നും എന്തല്ല, മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് അല്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ടുമോറോ, ടുഡേ, യെസ്റ്റർഡേ ഉള്ളതൊന്നും അതെന്തല്ല. അതേമാതിരി പിന്നെ എക്സ്ക്ലമേഷൻ മാർക്കുള്ളത്, ക്വസ്റ്റ്യൻ മാർക്കുള്ളത്, അതുപോലെ ഓർഡർ, കമാൻഡുകളൊന്നും മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ ആയുള്ള സ്റ്റേറ്റ്മെന്റ് ആവില്ല. 23 ഈസ് ഗ്രേറ്റർ ദാൻ 50. 23 വലുതാണ് 50-നേക്കാൾ. ശരിയാ തെറ്റാ? അത് ഉറപ്പായിട്ടും തെറ്റല്ലേ? ഇറ്റ് ഈസ് ഫാൾസ്, therefore it is a statement. അത് തെറ്റാ, ഉറപ്പായിട്ടും. അത് എപ്പോഴും തെറ്റാ, ഇടയ്ക്ക് ശരിയാവുന്നില്ല, എപ്പോഴും തെറ്റാണ്. മതി സ്റ്റേറ്റ്മെന്റ്. 20 ഈസ് ഗ്രേറ്റർ ദാൻ 11. 20 വലുതാണ് ഇതിനേക്കാൾ, 11-നേക്കാൾ. അത് ശരിയാണല്ലോ അല്ലെ, അത് എപ്പോഴും ശരിയാണല്ലോ, മതി സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഉറപ്പായിട്ടും ശരി, അല്ലെങ്കിൽ ഉറപ്പായിട്ടും തെറ്റാ, അതാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ, നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ ആണ്. നെഗേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ജസ്റ്റ് നെഗറ്റീവ് എഴുതാം കേട്ടോ. എക്സാമ്പിൾ പറയാം. കാലിക്കറ്റ് ഇസ് എ സിറ്റി. കാലിക്കറ്റ് ഇസ് എ സിറ്റി. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനെ സ്റ്റേറ്റ്മെന്റ് സാധാരണ നമ്മൾ പി എന്ന് കൊടുക്കും കേട്ടോ, അല്ലെങ്കിൽ ക്യൂ എന്ന് കൊടുത്തിട്ട് ഈസ്റ്റ് കൊടുക്കും. അതാണ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വരാം, പി എന്നിട്ടിട്ട് 2 കുത്തിട്ടിട്ട് പറയും. റൈറ്റ് ദി നെഗേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ ചെയ്താൽ പി എന്ന സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ ഇങ്ങനെ സൂചിപ്പിക്കുക. ഇത് നെഗേഷൻ പി എന്നാ വായിക്കുക. ഈ സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ ചെയ്തെങ്കിൽ നേരെ നെഗറ്റീവ് എഴുതണം. കാലിക്കറ്റ് ഇസ് എ സിറ്റി. അതിന്റെ നെഗേഷൻ എഴുതണമെങ്കിൽ കാലിക്കറ്റ് ഈസ് നോട്ട് എ സിറ്റി. ഒന്നുമില്ല, അങ്ങനെ എഴുതാം, ശരിയാണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്നിങ്ങനെ എഴുതുന്നു. കാലിക്കറ്റ് ഈസ് എ സിറ്റി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇതിന്റെ നെഗേഷൻ. ഒന്നുകിൽ നെഗേഷൻ എങ്ങനെ എഴുതാം, ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പോസിറ്റീവിലാണെങ്കിൽ നോട്ട് ചേർത്ത് നെഗറ്റീവ് ആക്കാം. ഇതിൽ നോട്ട് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാണ്. ഓക്കെ, നോട്ട് ഇല്ലെങ്കിൽ നോട്ട് ഇട്ട് കൊടുക്കാം. നോട്ട് ഉള്ളതാണെങ്കിൽ നോട്ട് ഒഴിവാക്കാം. അതാണ് അതിന്റെ നെഗേഷൻ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്താണ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ്. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് കാലിക്കറ്റ് ഇസ് എ സിറ്റി. ഇത് ഫാൾസ് ആണെന്ന് പറഞ്ഞിട്ട് ഇതാണ് എഴുതിയാൽ മതി. ഇത് ഫാൾസ് ആണെങ്കിൽ പറയുന്നത് ഫാൾസ് ആണെന്നുള്ളത് മുമ്പിലാണ് കൊടുത്തിട്ട് ഇതാണ് എഴുതിയാൽ എന്തായി നെഗേഷൻ. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ എഴുതാനാൽ നെഗറ്റീവ് ആണെങ്കിൽ അതിന് പോസിറ്റീവ് ആകാം. അത് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ട് ഫിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ്. ഇത് രണ്ടും അങ്ങനെ എഴുതിയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി. ഓക്കെ, അല്ലെങ്കിലോ നോട്ട് ഇല്ലെങ്കിൽ നോട്ട് കൊടുക്കുക, നോട്ട് ഉണ്ടെങ്കിൽ അതാണ് ഒഴിവാക്കുക. അങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ ചെയ്യുന്നത്. ഓക്കെ, the negation of the following statements. ഒന്നാമത് പി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The sum of 7 and 3 is 35. 7ഉം 3ഉം കൂട്ടിയാൽ 35. ശരിയാ തെറ്റാ? ഉറപ്പായിട്ടും തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനിയിപ്പോ 3 കൂട്ടിയാൽ 10, ഇവിടെ 10 ആണ്. അപ്പോൾ ശരിയാവും, അപ്പോഴും സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഈ സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ എങ്ങനെ എഴുതാം? നെഗേഷൻ പി എന്ന് കൊടുക്കാം. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ആണ് എഴുതാം ആദ്യം, എന്നിട്ട് അതുപോലെ എഴുതിച്ചാൽ മതി. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്, ഇതാണ് കോപ്പി ചെയ്യാം. എങ്ങനെ ഇതപ്പോ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ദ സം ഓഫ് 7 and 3 ഈസ് 35. ആ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളതാണ് മുമ്പിൽ കേട്ടോ.
അല്ലെങ്കിൽ it is not the case that the sum of 7 and 3 is 35. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, അതിൽ നോട്ട് അല്ലെങ്കിൽ നോട്ട് ചേർക്കുക. The sum of 7 and 3 is not 35. അപ്പോൾ നെഗേഷൻ. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻ ക്യൂ കൊടുക്കാം. ക്യൂ എന്നുള്ള ആയിക്കോട്ടെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. എവറി നാഷണൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0. എല്ലാ നാഷണൽ നമ്പറും എല്ലാ എണ്ണൽ സംഖ്യയും പൂജ്യത്തേക്കാൾ വലുതാണ്. ശരിയാണല്ലോ, പൂജ്യത്തേക്കാൾ വലുതാണ്. ഈ പൂജ്യത്തേക്കാൾ ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. തെറ്റിക്കോട്ടെ ഉറപ്പായിട്ടും, ശരിയായിക്കോട്ടെ ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെന്റ് ആയി. പിന്നെ നെഗേഷൻ ഇതാ, ക്യൂവിന്റെ നെഗേഷൻ ക്യൂ ഈക്വൽ ടു ഇങ്ങനെ ഇതാ, എവറി നാച്ചുറൽ നമ്പർ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0. നോട്ട് ഫിറ്റ് ചെയ്താൽ മതി, ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എവറി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ പിന്നെ നോട്ട് ചേർക്കാനും കൂട്ടാനും കുറക്കാനും നിൽക്കണ്ടത്. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്നോ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് അതുപോലെ ഒപ്പം എഴുതാം. ഓക്കെ, അല്ല എങ്കിൽ ഇതൊന്ന് നോട്ടാണ് ഒഴിവാക്കുക, അല്ലെങ്കിൽ നോട്ട് ഉണ്ടെങ്കിൽ ഒഴിവാക്കുക, ഉണ്ടെങ്കിൽ ഒഴിവാക്കുക, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്താലും. ഇനി ആറെന്നുള്ള സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ നെഗേഷൻ ആണ്. നെഗേഷൻ ഓൾ ട്രയാങ്കിൾസ് ആർ നോട്ട് ഇക്വലർ ട്രയാങ്കിൾ. എല്ലാ ട്രയാങ്കിളും എന്തല്ല, ഇക്വലർ ട്രയാങ്കിൾ അല്ല, സമഭുജ ത്രികോണല്ല. അപ്പൊ എന്ത് ചെയ്യാ, ഒന്നെങ്കിൽ അതിൽ നോട്ടുണ്ടല്ലോ അല്ലെ, അപ്പൊ നോട്ടാണ് ഒഴിവാക്കി എഴുതിയാൽ മതി. ഓൾ ട്രയാങ്കിൾസ് ആർ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ്, ഒന്നെങ്കിൽ അതാണ് നെഗേഷൻ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്, ഇത് അതുപോലെ എഴുതാം, അതുപോലെ എഴുതണം. അപ്പൊ ഇതിനെ നോട്ടിനെ ഒഴിവാക്കരുത് കേട്ടോ. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ തന്നത് അതുപോലെ കോപ്പി ചെയ്യാം. അപ്പൊ രണ്ട് മെത്തേഡായി. ഇനി അതല്ല എങ്കിലോ, ഈ സ്റ്റേറ്റ്മെന്റിൽ നോട്ട് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി, നോട്ടില്ല എങ്കിൽ കൂട്ടിച്ചേർത്തണോ, നേരെ നെഗറ്റീവ് പറയാൻ ഉദ്ദേശിച്ചു. ഓക്കെ, അടുത്തതാ റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദ ഫോളോയിങ്. പി സ്റ്റേറ്റ്മെന്റ് എങ്ങനെ, √5 ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. √5 ഒരു കോംപ്ലക്സ് നമ്പർ അല്ല. അതിന്റെ നെഗേഷൻ പി ചെയ്താ, ചിലപ്പോ പി തന്നിട്ട് നെഗേഷൻ പി ചെയ്തു വന്നോ, നെഗേഷൻ പി ചെയ്താ ഇങ്ങനെ ചെയ്താ, നോട്ടുണ്ട് അല്ലെ, ആ നോട്ടാണ് ഒഴിവാക്കിയാൽ മതി. √5 ഈസ് എ കോംപ്ലക്സ് നമ്പർ. അല്ലെങ്കിലോ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് √5 ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് √5 ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, ഇതിലൊന്നും ഇല്ല. അടുത്ത് സി അടുത്ത ക്യൂ ആണ് സ്റ്റേറ്റ്മെന്റ്. ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്. നെഗേഷൻ, ചെന്നൈ ഈസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട് മതി. നെക്സ്റ്റ് വൺ, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. A compound statement is a statement which made up of two or more statements by using the connecting words like or and. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ സ്റ്റേറ്റ്മെന്റുകളെ ഓർ വെച്ചിട്ട് അല്ലെങ്കിൽ ആൻഡ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കോമ്പൗണ്ടിന്റെ ഉള്ളിൽ രണ്ടോ മൂന്നോ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാകും, അതിന് ഓർ വെച്ച് അല്ലെങ്കിൽ ആൻഡ് വെച്ചിട്ടേക്കാൾ ഒട്ടിച്ച്, അതിനെയാണ് കണക്റ്റിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ആ രണ്ടെണ്ണം അല്ലെങ്കിൽ ആ മൂന്നെണ്ണം അല്ല, രണ്ടോ മൂന്നോ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ടാണ് ഓർ വെച്ച് ഒട്ടിച്ച് കണ്ടാണ് കോമ്പൗണ്ട് ഉണ്ടാക്കുക. അതിൽ ഓരോ സ്റ്റേറ്റ്മെന്റിന് കമ്പോണൻസ് എന്ന് പറയും. എക്സാമ്പിൾ ഓക്കെ, ഓൾ ഇന്റിജേഴ്സ് ആർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എല്ലാ ഇന്റിജേഴ്സും പൂർണ്ണസംഖ്യകളൊക്കെ പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. ഓർ വെച്ചിട്ടാണ് ഇതിനെ ഒട്ടിച്ചത്. ഇത് ശരിക്കും രണ്ട് സ്റ്റേറ്റ്മെന്റുകളുണ്ട്, രണ്ടെണ്ണം ഓർ വെച്ചിട്ട് ഒട്ടിച്ചേക്കാണ്. ഈ ഓറ് അല്ലെങ്കിൽ ആൻഡ് വെച്ചിട്ട് അതിനെയാണ് കണക്റ്റിംഗ് വേർഡ്സ്, കണക്ട് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒന്ന് ഇങ്ങനെയാണ്, ഓൾ ഇന്റിജേഴ്സ് ആർ പോസിറ്റീവ്, അല്ലെങ്കിലോ ഓൾ ഇന്റിജേഴ്സ് ആർ നെഗറ്റീവ്, ഓൾ ഇന്റിജേഴ്സ് ആർ നെഗറ്റീവ്. ഇങ്ങനെ പി എന്നും ക്യൂ എന്നും കൊടുത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ ഓർ വെച്ച് കണക്റ്റിംഗ് വേർഡ് ഓർ വെച്ച് ഒട്ടിച്ചതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. ഇതിനെയാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണത്തിനെ കമ്പോണൻസ് എന്ന് പറയും. ചിലപ്പോൾ മൂന്നുണ്ടാവും, മൂന്ന് കമ്പോണൻസ് ഉണ്ടാവും. ഓക്കെ, ഇതടുത്ത കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ദ സ്കൈ ഈസ് ബ്ലൂ ആൻഡ് ദ ഗ്രാസ് ഈസ് ഗ്രീൻ. സ്കൈ എന്താണ്, ബ്ലൂ ആണ് ഈ കളർ, ഗ്രാസോ ഗ്രീനോ, രണ്ടും ആൻഡ് വെച്ചൊടിച്ചു. ഇതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനെ വേർതിരിക്കുക, രണ്ടെണ്ണം മൂന്നെണ്ണം എത്രണ്ണാണോ ഒട്ടിക്കണം, ഒട്ടിപ്പോളെ വേറെ വേറെ ആക്കിയാൽ അതിന്റെ
കമ്പോണൻസ് കിട്ടും. ഇവിടെ രണ്ട് കമ്പോണൻസ് ആണ്. ഏതാ ഒന്ന്? ദ സ്കൈ ഈസ് ബ്ലൂ. ഇതാണ് ഒരു കമ്പോണന്റ്. അടുത്തതോ ദ ഗ്രാസ് ഈസ് ഗ്രീൻ. അല്ലേ? ഇതാണ് അതിന്റെ രണ്ട് കമ്പോണൻസ്. ഇതിനെ കണക്റ്റിംഗ് വേർഡ് ഏതാണ്? ആൻഡ് വെച്ചിട്ടല്ലേ ഒട്ടിച്ചിരിക്കണേ അല്ലേ? അടുത്തതാ 30 is the multiple of 2, 4 and 9. 2ന്റെ മൾട്ടിപ്പിൾ ആണ് 30. 4ന്റെ ഇതൊന്നല്ല. ഉറപ്പായിട്ടും ആണെന്ന് ഇവിടെ മനസ്സിലാവും. ഇത് ഉറപ്പായിട്ടും അല്ല എന്ന് പറയും. ഉറപ്പാ. അപ്പൊ എന്താ സ്റ്റേറ്റ്മെന്റ് ആണ്? ഇത് ഒട്ടിച്ചിട്ടാണ്. 2ന്റെയും 4ന്റെയും അതുപോലെ 9ന്റെയും മൾട്ടിപ്പിൾ ആണ് ആര്? 30 പറഞ്ഞത്. ഇത് 3 എണ്ണം വെച്ചിട്ടുണ്ട് അല്ലെ? ആ 3 സെപ്പറേറ്റ് ആക്കിയാൽ നമുക്ക് അതിന്റെ കമ്പോണൻസ് കിട്ടും. ഒന്ന് ഏതാ? 30 is the multiple of 2 അല്ലെ? 30 is the multiple of 2. രണ്ടാമതോ 30 is the multiple of 4. മൂന്നാമതോ 30 is the multiple of 9. ഇതാണ് 3 കമ്പോണൻസ്. അപ്പൊ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ കമ്പോണൻസ് എഴുതാൻ പറയും. ഓക്കെ, 2, 3 എത്ര ഉള്ളത്? കണക്റ്റിംഗ് വേർഡ് ചോദിക്കുകയാണെങ്കിൽ അവിടെ ആൻഡ് ആണ്. ഓക്കെ, അടുത്ത ദ കമ്പോണൻസ് ഓഫ് ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അവിടെ. ഇതിന്റെയൊക്കെ കമ്പോണൻസ് ചെയ്യണം. നമ്പർ 7 ഈസ് പ്രൈം ഓർ ഇറ്റ് ഈസ് ഓഡ്. 7 എന്താണ്? പ്രൈം ആണ് അല്ലെങ്കിൽ ഓഡാണ് അല്ലെ? അതിന് 2 ഓർ വെച്ച് ഒട്ടിച്ചിരിക്കണം. 2 സ്റ്റേറ്റ്മെന്റ്. അത് 2 സെപ്പറേറ്റ് ആക്കിയാൽ അതിന്റെ എന്തും കമ്പോണൻസ് കിട്ടും. The component statements are, components പറയും. Number 7 is prime. അടുത്തോ number 7 is odd. It is odd. അപ്പൊ ആരെ കുറിച്ചാണ്? നമ്പർ 7 കുറിച്ചല്ലേ? Number 7 is odd. അപ്പൊ 2 കമ്പോണൻസ് കിട്ടി. ഓർ വെച്ചിട്ട് ഒട്ടിച്ചു. അതാണ് കണക്റ്റിംഗ് വേർഡ് പറയുന്നത്. അടുത്തതാണ് all rational numbers are real numbers and all real numbers are complex numbers. Rational number ഒക്കെ real number ആണ്. Real number ഒക്കെ എന്താ? complex number ആണ്. and വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറയാം ഇതിന്റെ കമ്പോണൻസ്? all rational numbers are real numbers. അടുത്തോ all real numbers are complex numbers. A compound statement with and is true when all the component statements are true. The compound statement with and is false when any one of the compound statement or all of them are false. ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓർ വെച്ചിട്ട് ഒട്ടിക്കാം. ആൻഡ് വെച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ 2, 3, 4 ഒക്കെ ഉണ്ടാവില്ലേ? 2 മിനിമം ഉണ്ടാവില്ലേ? ആ 2 സ്റ്റേറ്റ്മെന്റും ട്രൂ ആവണം. അങ്ങനെയാണെങ്കിൽ എന്താ? ആ 2 കമ്പോണൻസ്, 2 കഷ്ണങ്ങൾ വരുന്ന രണ്ടും ട്രൂ ആണെങ്കിൽ ആ ഒറ്റ കോമ്പൗണ്ടിനെ നമുക്ക് ട്രൂ എന്ന് പറയാൻ പറ്റും. ഇനി ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് വലുതില്ലേ? 2, 3 വെച്ച് ഒട്ടിച്ചു ആൻഡ് വെച്ചിട്ടില്ലേ? അങ്ങനെ ആൻഡ് വെച്ച് ഒട്ടിച്ചിട്ടുള്ള വലിയ ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആവണമെങ്കിൽ അതിൽ 1 ഫാൾസ് ആയാൽ മതി. ഇനിയിപ്പോ മൊത്തം ഫാൾസ് ആയാലും എന്താ? ഫാൾസ് ആണ്. അപ്പൊ ആൻഡ് വെച്ചുള്ള ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ട്രൂ ആവണമെങ്കിൽ അതിന്റെ കഷ്ണങ്ങൾ എത്ര ഉണ്ടാവും? എല്ലാ കഷ്ണങ്ങളും ട്രൂ ആവണം. ആൻഡ് വെച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിനെ ഫാൾസ് ആവണമെങ്കിൽ ഏതെങ്കിലും 1 ഫാൾസ് ആയാൽ മതി. ഇനി എല്ലാം ഫാൾസ് ആയാലും എന്താവും? ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന വലിയ സ്റ്റേറ്റ്മെന്റ് ഫാൾസിലേക്ക് മാറും. ഓക്കെ, സെറ്റ് ലൈക്ക് ദാറ്റ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് വിത്ത് ഓർ ഈസ് ട്രൂ if any one of the component statement is true. A compound statement with or is false when all the component statements are false. or വെച്ചിട്ടുള്ള കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ or വെച്ചിട്ട് കോമ്പൗണ്ട് ഒട്ടിച്ചുക അല്ലെ? 2, 3, 4 വെച്ച് ഒട്ടിക്കും or വെച്ചിട്ട്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റിനെ ട്രൂ എന്ന് പറയണമെങ്കിൽ ആ 3, 4 എത്രണ്ണാണോ? 2, 3, 4 അതിൽ ഏതെങ്കിലും 1 ട്രൂ ആയാൽ അതിന് മൊത്തം ട്രൂ എന്ന് പറയും. ഫാൾസ് ആണെങ്കിൽ
അതിൽ എത്ര ഉണ്ടോ അതിൽ എല്ലാം ഫാൾസ് ആണെങ്കിൽ മാത്രമേ ആ ഓർ വെച്ചുള്ള കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആയി എന്ന് പറയുള്ളൂ. ഓക്കെ ഓക്കെ. A line is straight and extends indefinitely in both directions. ഇത് ആൻഡ് വെച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്താണ് അതിന്റെ റീസൺ എന്നൊക്കെ നമ്മൾ നോക്കണം. ഓക്കെ, നമുക്ക് ഇതിന്റെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് ചെയ്താൽ ആൻഡ് വെച്ച് ഒട്ടിച്ചല്ലേ ആ എത്ര വെച്ച് ഒട്ടിച്ചിട്ട് നോക്കാം. ഇതൊന്നാണ്, ഇവിടുന്ന് അങ്ങോട്ട് ഒന്നാണ്. അപ്പോ പി എന്നുള്ള അതിന്റെ കമ്പോണന്റ് എ ലൈൻ ഈസ് സ്ട്രേറ്റ്. A line is straight. അതാണ് P എന്നുള്ള ഒരു കമ്പോണന്റ്. അടുത്തതാ extends indefinitely in both directions. അതാണ് അല്ലേ a line extends indefinitely in both directions. ഇതിന്റെ രണ്ട് കഷ്ണങ്ങളാണ്, രണ്ടെണ്ണം ഒട്ടിച്ചിരിക്കണം. ആൻഡ് വെച്ചാണ് ഒട്ടിച്ചിരിക്കണം. ആൻഡ് വെച്ച് ഒട്ടിച്ച ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കാണുന്നത്. അതിന്റെ കമ്പോണൻസ് ആണ്. ആൻഡ് വെച്ച് ഒട്ടിച്ച ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ അതിന്റെ കമ്പോണൻസുകൾ രണ്ടും ശരിയാവണം. രണ്ടും ശരിയാണ്. മൂന്നാണെങ്കിലോ അത് മൂന്ന്. ആൻഡ് വെച്ചാണെങ്കിൽ ശരിയാണെങ്കിൽ അത് എത്ര ഉണ്ടോ അതെല്ലാം ശരിയാവണം. എങ്കിലേ ഈ വലിയ ഒട്ടിച്ചു വെച്ച ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവും. ഇനിയിപ്പോ രണ്ടെണ്ണം മൂന്നെണ്ണമാണെങ്കിലോ മൂന്നും ശരിയാണെങ്കിലേ ഇത് ട്രൂ എന്നാണ്. എന്നാൽ ഇത് ഫാൾസ് ആവാൻ മൂന്നും ഫാൾസ് ആവണ്ട, രണ്ടും ഫാൾസ് ആണ് ആവശ്യം. ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആയിരുന്നു. ഇപ്പൊ ഇത് രണ്ടെണ്ണല്ലേ, ഇതിലൊന്നെങ്കിൽ ഇത് തെറ്റി അല്ലെങ്കിൽ ഇത് തെറ്റി. ഇതിലെ ഒന്ന് തെറ്റിയാൽ എന്തായി ഈ സ്റ്റേറ്റ്മെന്റിന് തെറ്റായി. രണ്ടും ശരിയാണെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. രണ്ടും തെറ്റാണെങ്കിൽ ഉറപ്പായിട്ടും തെറ്റാണ്. ഈ രണ്ടെണ്ണം വേണ്ട, ഒന്ന് മാത്രം തെറ്റിയാലും ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാവും. അതാണ് ആൻഡ് വെച്ചിട്ടുള്ള പ്രത്യേകത. എ ലൈൻ ഈസ് സ്ട്രെയിറ്റ് അല്ലെ, ഒരു പേര് എന്താണ് സ്ട്രെയിറ്റ് ആണ്, ശരിയാണ് അല്ലേ, അത് ട്രൂ ആണല്ലോ. എ ലൈൻ എക്സ്റ്റെൻഡ്സ് ഇൻഡെഫിനിറ്റ്ലി ഇൻ ബോത്ത് ഡയറക്ഷൻ. ഇപ്പൊ ലൈൻ രണ്ട് ഭാഗത്ത് നമുക്ക് എന്താ അങ്ങനെ അനന്തമായിട്ട് അല്ലെ എഴുതിക്കൊണ്ടാ. അപ്പൊ എന്താണ് ഇത് ശരിയാണ്. ഹിയർ ബോത്ത് കമ്പോണൻസ് ആർ ട്രൂ, രണ്ടും ശരിയാണ്. Therefore the compound statement is true. Okay, that's it. Check whether the compound statement is true or false. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോകണം. അതിന്റെ കാരണം ഇതാണ്. 0 is less than every positive integer and every negative integer. 0 എല്ലാ പോസിറ്റീവ് ഇന്റിജറിനേക്കാളും ചെറുതാണ്, അതുപോലെ എല്ലാ നെഗറ്റീവ് ഇന്റിജറിനേക്കാളും ചെറുതാണ്. നമുക്ക് അതിന്റെ കോമ്പൗണ്ട് കമ്പോണൻസ് ചെയ്താൽ 0 is less than every positive അല്ലെ. 0 is less than every positive integer. അതുപോലെ 0 is less than every negative integer. ഇതല്ലേ രണ്ട് കമ്പോണൻസ്. ഇത് ശരിയാ തെറ്റാ? 0 is less than every എല്ലാ പോസിറ്റീവിനേക്കാളും അല്ലെ ഇന്റിജർ അല്ലേ, പോസിറ്റീവ് ഇന്റിജറിനേക്കാളും ചെറുതാണ് ആര് 0. ശരിയാണല്ലോ അല്ലെ, ഇത് ശരിയാണ്. 0 is less than every നെഗറ്റീവ് ഇന്റിജർ എല്ലാ നെഗറ്റീവ് ഇന്റിജറിനേക്കാളും ശരിയാണോ 0. ഇത് തെറ്റാണ് അല്ലെ, ഇത് ശരിയാണ്, ഇതോ തെറ്റാണ്. ഇത് ആൻഡ് വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. ആൻഡ് വെച്ച് ഒട്ടിച്ചിരിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ അതിന്റെ കഷ്ണങ്ങളൊക്കെ കമ്പോണൻസ് ഒക്കെ ശരിയാവണം. ഇത് ശരിയാണ്, പക്ഷെ ഇത് തെറ്റാണ്. മതി, ഒന്ന് തെറ്റിയാൽ മതി, എന്തായി ഇത് മൊത്തം തെറ്റായി. സോ ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. ശരിയാണെങ്കിൽ രണ്ടും ശരിയാവും. ഇവിടെ ഓർ എന്നാണെങ്കിലോ, ഓർ ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ശരിയാണ്. ഓക്കെ, ഒന്ന് ശരി, എന്തായി സ്റ്റേറ്റ്മെന്റ് ശരി ഓർ ആണെങ്കിൽ. ഓർ വെച്ചുള്ള തെറ്റാണെങ്കിലോ, ഓർ വെച്ചുള്ള ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റണമെങ്കിൽ രണ്ടും തെറ്റണം. ഏതെങ്കിലും ഒന്ന് ശരിയാ മതി, ഇത് ശരിയാവും. രണ്ടും ശരിയാണെങ്കിലും ഇത് ശരിയാവും. രണ്ടും തെറ്റാണെങ്കിൽ മാത്രമേ ഇത് തെറ്റുള്ളൂ ഓർ വെച്ചാകുമ്പോൾ. ആൻഡ് വെച്ചാകുമ്പോൾ രണ്ടും ശരിയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മൂന്നാണെങ്കിൽ എല്ലാം ശരിയാകുമ്പോൾ മാത്രമേ ആൻഡ് വെച്ചിട്ടുള്ളതിന് മൊത്തം ശരിയാവുള്ളൂ. ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ ഇനി മൊത്തം തെറ്റിയാൽ എന്താവും, ആൻഡ് വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇത് തെറ്റായി തന്നെ പറയും കേട്ടോ. ചെക്ക് whether the statement, the compound statement 50 is a multiple of 10 or 5. Is it true or false? ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ ചെക്ക് ചെയ്യണം. ഇതിന്റെ കോമ്പൗണ്ടുകൾ ഇതാ PQRS കൊടുക്കട്ടോ. 50 is a multiple of 10 അല്ലേ.
50 is a multiple of 10. അല്ലെങ്കിലോ 50 is a multiple of multiple of 7. 50 മൾട്ടിപ്പിൾ ആണ് 10ന്റെ ആണല്ലേ. 10ന്റെ 10 5 കറക്റ്റാ. ഇത് ശരിയാണ്. 50 മൾട്ടിപ്പിൾ ഓഫ് 7 ആണോ? 7ന്റെ മൾട്ടിപ്പിൾ 7 49 8 56 ഇല്ല. ഇത് ശരിയല്ല. ഇത് ശരിയായി. ഇത് ശരിയല്ല. ഓറ് വെച്ചിട്ടാണ് അല്ലേ. ഓറ് വെച്ചിട്ടാണെങ്കിൽ ഇത് മൊത്തം ശരിയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കഷ്ണം ശരിയാ മതി. ഓക്കെ, ഒന്നാമത് ശരിയാണത് ശരിയല്ല, അതുകൊണ്ട് മതി. ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്തായി? ട്രൂ ആയി. ഓക്കെ, ഇതിലൊന്നും ശരിയാണ്. ഇതും തെറ്റാണ്. രണ്ടും തെറ്റാണ്. ഇപ്പൊ 10ന്റെ അവിടെ 11 ആണ് കിട്ടിപ്പോ. അപ്പൊ എന്താവും? ഇവിടെ 11 ആവും അല്ലെ. 50 മൾട്ടിപ്പിൾ ഓഫ് 11 അല്ല, തെറ്റാണ്. ഇതും തെറ്റാണ്. രണ്ടും തെറ്റാണ്. രണ്ടും തെറ്റാണെങ്കിൽ എന്താവും? ഇത് മൊത്തം തെറ്റാവും. ഏതെങ്കിലും ഒന്ന് ശരിയായി. ഇവിടെ 7ന്റെ അവിടെ 5 ആണ് കിട്ടിപ്പോ. ഇപ്പോഴോ ഇത് തെറ്റന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇത് ശരിയായി. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി. എന്ത്? ഓറ് വെച്ചിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഇവിടെ ആൻഡ് ആണെങ്കിലോ ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. ആൻഡ് വെച്ചിട്ടാണെങ്കിൽ ഇത് മൊത്തം ശരിയാണെങ്കിൽ രണ്ടും ശരിയാവണം. ഇത് ശരിയായി, അത് ശരിയാവുന്ന കാര്യമില്ല. രണ്ടും ശരിയാവണം. ഇപ്പോഴോ അവിടെ 10 10ന്റെ മൾട്ടിപ്പിൾ ആണ് 50 ശരിയാണ്. 5ന്റെ മൾട്ടിപ്പിൾ 50 ശരി. രണ്ടും ശരിയാണ്, അതുകൊണ്ട് ഇത് മൊത്തം ശരിയാണ്. ഇനിയിപ്പോ രണ്ടും തെറ്റാണെങ്കിലോ 11ന്റെ മൾട്ടിപ്പിൾ അത് തെറ്റാണ്. 53ന്റെ മൾട്ടിപ്പിൾ ആണ്, അത് തെറ്റാണ്. രണ്ടും തെറ്റാണ്, അതുകൊണ്ട് നമുക്കെന്താ ഈ സാധനം തെറ്റാണ്. ഇതിലൊന്ന് തെറ്റിയാൽ മതി. ഓറാണെങ്കിലും എന്താണ്? ഏതെങ്കിലും ഒന്ന് ശരിയായാൽ ശരിയോ. ഇവിടെ രണ്ടും തെറ്റാണ്, അതുകൊണ്ട് ഓറിന് ഇത് വന്നാലും എന്താവും? തെറ്റാവും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. കോൺവേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കോൺവേഴ്സ് ആണ്. നെഗേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. കോൺവേഴ്സ് ആണ് പറയാൻ പോകുന്നത്. കോൺവേഴ്സ് പലപ്പോഴും ഇഫ് പി then q ഇങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെന്റുകൾക്കാണ് കോൺവേഴ്സ് പറയുന്നത്. ഇഫ് ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം വരും കേട്ടോ. then ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയായിരിക്കും. if p then q p implies q. if p then q ഇത് ശരിയാണെങ്കിൽ ഇത് ശരിയാവും അല്ലെ. ഇതിന്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പി അങ്ങോട്ട് മാറ്റിയാൽ മതി. if q then p. if p then q എങ്കിൽ അതിന്റെ കോൺവേഴ്സ് if q then p ആയിരിക്കും. p implies q അതിന്റെ കോൺവേഴ്സ് എന്താ? q implies p ആയിരിക്കും. ഏതാവുന്ന അങ്ങോട്ടോട്ട് മാറ്റിയാൽ മതി. ഈഫും ദെന്നും വരുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ആ ഈഫിന് ശേഷമുള്ളതും ദെന്നിന് ശേഷമുള്ള രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. അതാണ് കോൺവേഴ്സ്. അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് പറയേണ്ടത് അവിടുന്ന് ഇങ്ങോട്ട് പറയാം. ഓക്കെ, എക്സാമ്പിൾസ് കേട്ടോ. ഓക്കെ, ഇഫ് എ നമ്പർ ഈസ് ഈവൻ നമ്പർ then it is divisible by 2. ഒരു നമ്പർ ഈവൻ നമ്പർ ഇരട്ട സംഖ്യയാണ് എങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദ കോൺവേഴ്സ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെന്റ്. കോൺവേഴ്സ് ഏതാണ്? ഇഫ് അതിന് ശേഷമുള്ളത് കണ്ടോ? then അതിന് ശേഷമുള്ളത് കണ്ടോ? കണ്ടോ? ഇതാണ് ഈഫിനും ദെന്നിനും ശേഷം. ഈഫിന് ശേഷം അത് ദെന്നിന് ശേഷം. if p ഇതാണ് p എന്ന് പറഞ്ഞ ശരി ഉണ്ടോ? then q ഇതിന്റെ കോൺവേഴ്സ് ആണ് കണ്ടല്ലേ. ഇതുണ്ട് അല്ലെ. if ആണ് എടുത്താൽ then ആണ് എടുത്താൽ ഇത് ഇങ്ങോട്ടും ഇത് അങ്ങോട്ടും നോക്കിയാൽ മതി. if p then q അതിന്റെ എങ്ങനെയാ നമ്മളെ പറഞ്ഞേ? if q then p അല്ലെ. if എഴുതുക, എന്നിട്ട് ഇത് പകരം ഇത് എഴുതുക. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുക. അപ്പൊ എന്താ? if ഇങ്ങോട്ട് മാറ്റാം, ഇത് ഇങ്ങോട്ട് കയറ്റാം. if a number it is a number. a number is divisible by 2. okay, a number is divisible by 2. then then it is എന്തായിരിക്കും? even number. then it is even number. okay, ഒരു നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് വരാം. ഒരു നമ്പറിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. ഇങ്ങനെയാണ് അതിന്റെ കോൺവേഴ്സ് കേട്ടോ. അടുത്ത ദിവസം the converse of the statement. In the converse of the statement, if 2 lines are parallel, then they do not intersect in the same time. 2 lines parallel ആണ് എങ്കിൽ അവർ
ഒരു പ്ലെയിനിൽ ഇന്റർസെക്ട് ചെയ്യൂല അല്ലെ. അപ്പൊ എങ്ങനെ അതിന്റെ കോൺവേഴ്സ് ചെയ്താ ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ഈഫും തന്നെ ശേഷമുള്ള ഇത് അങ്ങോട്ട് പറ്റാം. ഈഫ് ലൈന്റെ കാര്യല്ലേ ഈഫ് ടു ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട് ഇൻ ദ സെയിം പ്ലെയിൻ then the two lines are parallel. Okay, അങ്ങോട്ടും അങ്ങോട്ടും മാറ്റിയിട്ട് ഇതാ കോൺവേഴ്സ് ചെയ്താണ്. If n is even then n square is even. n ഒരു ഈവൻ നമ്പർ ആണ്, n സ്ക്വയറും ഈവൻ നമ്പർ ആണ് അല്ലെ. അതിന് കോൺവേഴ്സ് ചെയ്താ n സ്ക്വയർ അല്ല, അതിന് ശേഷം അങ്ങോട്ടും മാറ്റിയാൽ മതി. If n square is even then n is even. അടുത്ത നോക്ക്. If two integers a and b are such that a greater than b then a minus b is always a positive integer. a b രണ്ട് സംഖ്യകളാണ്, ഇന്റിജേഴ്സ് ആണ്. എങ്ങനെ a ആണ് വലുത് b ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ a വലുതാണ് b ചെറുതാണെങ്കിൽ a ന്ന് b കുറച്ചാൽ വലുത് ചെറുത് കുറച്ചാൽ പോസിറ്റീവ് കിട്ടുക. ഓക്കെ, ഇതിന്റെ കോൺവേഴ്സ് ആണ് ഇത് കേട്ടോ. ഈഫിന് ശേഷം ഇത്രയുണ്ട്. ഓക്കെ, ദെൻ ശേഷം ഇതുണ്ട്. അപ്പൊ if a minus b എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് a ബി പരിചയപ്പെടുത്താം. ഓക്കെ, if two integers a and b are such that എങ്ങനെ അതാണ് പരിചയപ്പെടുത്തുള്ളൂ. ആദ്യം a b നെ പരിചയപ്പെടുത്തും. if two integers a and b ഇത് ഇത്രേ ഉള്ളൂ. a വലുതാണ് b എങ്കിൽ a വലുതാണ് b യേക്കാൾ എങ്കിൽ a minus b പോസിറ്റീവ് ആയിക്കാരം, വലുതിന് ചെറുത് കുറച്ച്. ബാക്കി കാര്യങ്ങൾ a b നെ പരിചയപ്പെടുത്താം. അപ്പൊ അതിന്റെ പിന്നെ കോൺവേഴ്സ് ചെയ്യുമ്പോൾ if two integers a and b are such that എങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് വരാൻ അങ്ങോട്ട് കേട്ടോ. If a minus b is always a positive integer then ഇത് സംഭവിക്കുക then a greater than b ആയിരിക്കും. ഓക്കെ, അടുത്ത ദിവസം if x is prime then x is odd. എങ്ങനെ കോൺവേഴ്സ് വരാ? if x is odd then x is prime. ഓക്കെ, അടുത്തതാ if a triangle abc is equilateral then it is isosceles. ഇക്വിലാറ്ററൽ ആണെങ്കിൽ എന്താണ്? ഐസോസെലസ്. അത് മാറ്റിയാൽ മതി. If a triangle is isosceles then it is equilateral. അല്ലേ? If a triangle ABC is isosceles then it is equilateral. ഇങ്ങനെയാണ് കോൺവേഴ്സ് ചെയ്തത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ കോൺട്രാപോസിറ്റീവ്. കോൺവേഴ്സ് പറഞ്ഞു, കോൺട്രാപോസിറ്റീവ് ആണ് പറയുന്നത്. If P then Q അല്ലേ, അതിന്റെ കോൺവേഴ്സ് എങ്ങനെ? if q then p. അവിടുന്ന് ഇങ്ങോട്ട് പറയാം അല്ലേ. p implies q. ഇതിന്റെ കോൺവേഴ്സ് നമ്മൾ പറഞ്ഞത് q implies എന്ന് പറഞ്ഞാൽ if p then q. if p then q നെ എഴുതുക if q then p. ഇതാണ് കോൺവേഴ്സ് എന്ന് പറഞ്ഞത് അല്ലേ. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ if p then q ഉപയോഗിച്ചുള്ളതിനാണ് കോൺട്രാപോസിറ്റീവ് ആണ്. if p then q ന്റെ ഇതിന്റെ കോൺവേഴ്സ് ആണ് ഇതില്ലേ. ഓക്കെ, എന്ന് പറഞ്ഞാല് if p then q ന്റേത് p implies q ന്റേത് q implies ഇതിന്റെ കോൺവേഴ്സ് ആണ് അത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോൺവേഴ്സ് ആണ്. ഇനി ഇതിന്റെ കോൺട്രാപോസിറ്റീവ് എങ്ങനെ എഴുതാം? കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാല് കോൺവേഴ്സും നമ്മളെ നെഗേഷനും കൂടിയതാണ് കോൺട്രാപോസിറ്റീവ്. കോൺവേഴ്സ് നമുക്കറിയാം എങ്ങനെ കോൺവേഴ്സ് അവിടുന്ന് ഇങ്ങോട്ട് ചെയ്താ if p then q if q then p. നെഗേഷൻ എന്ന് പറഞ്ഞാ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക, പോസിറ്റീവ് നെഗറ്റീവ് ആക്കുക അല്ലെ. നോട്ട് ചേർത്തിട്ട് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് പറഞ്ഞേ. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നോട്ട് ചേർക്കുക അല്ലെങ്കിൽ നോട്ട് ഒഴിവാക്കുക, അത്ര മതി. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ if p then q നെ മാറ്റിയിട്ട് if q then p ആക്കുക. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കോൺവേഴ്സും അതിന്റെ കൂടെ നെഗേഷനും ആണ് കൂടിയത്. അതായത് ഇതിന്റെ കോൺവേഴ്സ് ആണ് അല്ലെ, കോൺവേഴ്സ് ആയി, ഇതിന്റെ കോൺവേഴ്സ് ആയി, ഇതിന്റെ കൂടെ നെഗേഷൻ കൂടി ചേർക്കുക എന്ന് പറഞ്ഞാൽ നെഗേഷൻ ക്യൂ നെഗേഷൻ ക്യൂ. if p implies q ന്റെ നെഗേഷൻ എടുത്തിട്ട് പിന്നെ കോൺവേഴ്സ് ആണ് അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക. ഇതിന്റെ നെഗേഷൻ എന്താ? നെഗേഷൻ p. ഇതിന്റെ നെഗേഷൻ q അല്ലെ. നെഗേഷൻ എടുക്കുമ്പോൾ മറിച്ചിടുമാണ്. ഇതിന്റെ നെഗേഷൻ p, ഇതിന്റെ നെഗേഷൻ q. നെഗേഷൻ എടുത്തു ഇങ്ങോട്ട് മാറ്റുക. നെഗേഷൻ q implies നെഗേഷൻ p. അപ്പൊ p implies q ന്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗേഷൻ q implies നെഗേഷൻ p ആണ്. എന്ന് പറഞ്ഞാൽ if p then q ഇതിന്റെ കോൺവേഴ്സ് നമ്മൾ പറഞ്ഞത്
if q then p അല്ലേ if q then p ഇതല്ലേ ഇതിന്റെ എന്ത് കോൺവേഴ്സ്. ഇതിന്റെ കൂടെ കോൺവേഴ്സ് സെറ്റ് ആയി അതിന്റെ കൂടെ ഒരു നെഗേഷനും കൂടി ഫിറ്റ് ചെയ്താൽ എന്തായി കോൺട്രാ പോസിറ്റീവ്. അപ്പൊ ഇഫ് പി ദെൻ ക്യൂന്റെ കോൺട്രാ പോസിറ്റീവ് ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി. ഇതാണ് കോൺട്രാ പോസിറ്റീവ്. കോൺവേഴ്സ് കൊടുക്കുക ഒപ്പം നോട്ട് ഫിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നോട്ട് ഒഴിവാക്കും. റൈറ്റ് ദ കോൺട്രാ പോസിറ്റീവ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ്സ് തരുന്നുണ്ട്, അതിനൊക്കെ കോൺട്രാ പോസിറ്റീവ് ചെയ്താൽ നമുക്ക് ഒന്നാമത് നോക്കടാ. If a triangle is equilateral, then it is isosceles. കോൺവേഴ്സ് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി അല്ലെ. അത് തന്നെയാണ് കോൺട്രാ പോസിറ്റീവ്. അതിന്റെ കൂടെ നോട്ട് ചേർക്കുക അല്ലെങ്കിൽ നോട്ട് ഒഴിവാക്കിയാൽ മതി. ഇതിന്റെ കോൺട്രാ പോസിറ്റീവ് ഏതാണ്? ഈഫിന് ശേഷമുള്ളതാ ഇത്രയുണ്ട്, ഇതിന് ശേഷമുള്ള ഇത്രയുണ്ട്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. അപ്പൊ കോൺവേഴ്സ് ആയി. ഉടനെ നോട്ട് ഇല്ലെങ്കിൽ ഇതിൽ നോട്ട് ഉണ്ടല്ലോ, അപ്പൊ നോട്ട് ചേർത്ത് കൂടി കൊടുത്താൽ മതി. ഇഫ് ദിസ് വൺ നോട്ട് ചേർക്കുക, then that one നോട്ട് ചേർക്കുക. ആൻസർ ഇഫ് എഴുതിയിട്ട് ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് ഈസ് ഇതിനെ കുറിച്ച് ട്രയാങ്കിൾ അല്ലേ എന്ന് പറഞ്ഞാൽ ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസിൽസ് അല്ലെ. ഇത് പറയണം ട്രയാങ്കിളിനെ കുറിച്ചല്ല ആദ്യം. ഇത് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഇറ്റ് ഫിറ്റ് ചെയ്തു. ഓക്കെ, ഇറ്റ് പറഞ്ഞാൽ അതാണ് മനസ്സിലാവും. അപ്പൊ ഇനി നമ്മൾ ഇഫ് പറഞ്ഞാൽ എന്താ തുടങ്ങണം? ഈ ഫിറ്റ് പറയുമ്പോൾ ഇത് ഇതിനെ കുറിച്ചാ ട്രയാങ്കിളിനെ കുറിച്ചാ. സോ ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഐസോസിലസ് ആണ്, നോട്ട് ഫിറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താവും നെഗേഷൻ ഈസ് നോട്ട് ഐസോസിലസ്. ഒരു ട്രയാങ്കിൾ ഐസോസിലസ് അല്ല എങ്കിൽ then എന്താ പിന്നെ ഇത് എഴുതാ നോട്ട് ചെയ്തിട്ട് then ട്രയാങ്കിളെ കുറിച്ച് അവിടെ പറയല്ലേ ഇറ്റ് കൊടുത്താൽ ഇറ്റ് ഈസ് നോട്ട് ഇക്വിലാറ്ററൽ അല്ലേ. ഇറ്റ് ഈസ് നോട്ട് ഇക്വിലാറ്ററൽ. ഒരു ട്രയാങ്കിള് ഇക്വിലാറ്ററൽ ആണെങ്കിൽ ഐസോസിലസ് ആയി. അതിന്റെ കോൺട്രാ പോസിറ്റീവ് ഐസോസിലസ് അല്ല എങ്കിൽ ഇക്വിലാറ്ററൽ ആവില്ല. Write the contrapositive of the statement. If you are born in India, then you are a citizen of India. Okay. Thenന് ശേഷം ഇത്ര ഉണ്ട്. ഇതാണ് ഇഫിന് ശേഷമുള്ളത്, ഇത് തന്നിന് ശേഷമുള്ളത്. ഇത് അങ്ങോട്ടും അതും ഇങ്ങോട്ടും മാറ്റുക. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക, പോസിറ്റീവ് ആയി. ഇതിൽ നോട്ടൊന്നും ഇല്ല, അതുകൊണ്ട് നോട്ട് ചേർക്കാം അല്ലെ. അപ്പൊ ഇനി ഇതാ if you are not a citizen of India അല്ലെ. if you are not a citizen of India then then you are not born in India, then you are not born in India. Okay, അപ്പൊ രണ്ടാമതോട് മാറ്റം ചെയ്യാം. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഒഴിവാക്കണം. ഇതിൽ നെഗറ്റീവ് ഇല്ല, അതുകൊണ്ട് നെഗറ്റീവ് കൂട്ടി ചേർക്കട്ടെ. അപ്പോഴാണ് നെഗേഷനും കോൺവേഴ്സും കൂടെ ചേർന്ന് കോൺട്രാ പോസിറ്റീവ്. ഇതിന്റെ കോൺട്രാ പോസിറ്റീവ് ഇതാണ്. ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 then it is not divisible by 9. ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ 9 പറ്റൂലല്ലോ. ഓക്കെ, ഇതാണ് ഇതിന്റെ കോൺട്രാ പോസിറ്റീവ് ഇതാ. ഇതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. നോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നോട്ട് ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കും. ഇതിൽ നോട്ട് ഉണ്ട് അല്ലേ. നോട്ടുള്ളതിനെ എങ്ങനെ കോൺവേഴ്സ് ചെയ്താൽ നോട്ട് ഒഴിവാക്കിയാൽ മതി. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് പോസിറ്റീവ്. ഇത് ഓൾറെഡി നെഗറ്റീവ് ആണ്, അപ്പൊ അതിന്റെ നോട്ടാണ് ഒഴിവാക്കണം, പിന്നെ മാറ്റം ചെയ്യണം. അപ്പൊ ഈഫിന് ശേഷം ഇത് പറയാ നോട്ട് ഒഴിവാക്കുക, ദെന്നിന് ശേഷം അത് പറയാ നോട്ട് ഒഴിവാക്കുക. അപ്പൊ എന്തെങ്കിലും ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 നോട്ട് ഒഴിവാക്കിട്ടോ, then it is divisible by 3. ഒരു നമ്പറിനെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെ 3 കൊണ്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇഫിന് ശേഷം ഇത് എഴുതാൻ നോട്ട് ഒഴിവാക്കണം, ദെന്നിന് ശേഷം അത് എഴുതാൻ നോട്ട് ഒഴിവാക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ കോൺട്രഡിക്ഷൻ മെത്തേഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. കോൺട്രഡിക്ഷൻ മെത്തേഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. നോക്കാം കേട്ടോ. പ്രൂവ് ദാറ്റ് √7 is irrational using contradiction method. ഇതൊരു ഇറാഷണൽ നമ്പറാണ്, അഭിന്നകമാണ് എന്ന് പ്രൂവ് ചെയ്യണം. ഏത് ഉപയോഗിച്ചിട്ടാ? കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. എങ്ങനെയാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്താണെന്നുള്ള പറയുന്നത്? ഇത് ഇറാഷണൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ നേരെ തിരിച്ചെടുക്കുക. ഇത് റാഷണൽ ആണ് എന്നെടുക്കുക. കാരണം ഭിന്നസംഖ്യയാണ് കരുതി പോവാ.
എന്നിട്ട് നമ്മൾ പോയിട്ട് അതിന്റെ പിന്നെ സംഖ്യന്റെ റാഷണലിന്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിട്ട് കുറെ ചെല്ലുമ്പോൾ നമ്മൾ എന്താവും നമ്മള് പോയിട്ട് ലോക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ അസ്യൂം ചെയ്ത് തെറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അസ്യൂം തെറ്റായി ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി ലോക്കായത്. അതുകൊണ്ട് ആ അസംഷൻ തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അസംഷൻ ഇങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്. അങ്ങനെയാണ് ഇത് സാധാരണ ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. √7 ഇറാഷണൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, കോൺട്രഡിക്ഷൻ മെത്തേഡ് പ്രകാരമാണ്. അപ്പൊ നമ്മൾ നേരെ തിരിച്ചെടുക്കും. അസ്യൂം √7 ഈസ് റാഷണൽ. ഇത് റാഷണൽ ആണ് എന്ന് അസ്യൂം ചെയ്യാം. പിന്നെ സംഖ്യ അസ്യൂം ചെയ്യാം. റാഷണൽ ആണെങ്കിൽ നമുക്കറിയാം റാഷണൽ നമ്പർ p/q രൂപത്തിലാണ്, a/b രൂപത്തിലാണ്. സോ ഇത് റാഷണൽ നമ്പർ ആണ് എങ്കിൽ then there exist positive integers a and b such that a/b equal to √7 where a and b have no common factors. ഇത് റാഷണൽ നമ്പർ ആണെങ്കിൽ അതിനെ p/q രൂപത്തിൽ a/b എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. ഇതിനും ഇതും പോസിറ്റീവ് ഇന്റിജർ, അതിന് കോമൺ ആയിട്ട് ഫാക്ടർ ഒന്നും ഇല്ലാതെ നമുക്ക് അതിനെ എഴുതാൻ പറ്റും. അപ്പൊ a/b ഈക്വൽ ടു √7. നമ്മള് √7 ഇറാഷണൽ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെ പോണത്? ഇങ്ങനെ എഴുതാൻ പറ്റുന്നില്ല. ഇങ്ങനെ എഴുതാൻ പറ്റിയ റാഷണൽ ആണ്. സോ നമ്മൾ റാഷണൽ എന്നാണ് എടുത്തുകൊണ്ടോ √7 റാഷണൽ എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും എക്സിസ്റ്റ് ചെയ്യും. പോസിറ്റീവ് ഇന്റിജർ ആയിട്ട് a/b എന്ന രൂപത്തിൽ അതിനെ എഴുതാൻ പറ്റും. എക്കും ബിക്കും കോമൺ ഫാക്ടർ ഇല്ലാതെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് രണ്ട് ഭാഗം സ്ക്വയർ ചെയ്യും. ഇവിടെ a/b ആണ്, അവിടെ √7. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഈ സ്ക്വയർ രണ്ടാക്കി കൊടുക്കുമ്പോൾ a² മുകളിൽ b² താഴെ. അവിടെ √7 സ്ക്വയറോ വെറും 7. ഇനി a² നിർത്തുക, 7 അവിടെ. ഇവിടുത്തെ ബൈ b² ഇടുമ്പോ ഇൻറ്റു b². ഇക്വേഷൻ നമ്പർ 1. 7² ഈക്വൽ ടു a² ഈക്വൽ ടു 7b², which means this 7 divides a. ഇതിനർത്ഥം 7 എന്ത് ചെയ്യുന്നു? ഡിവൈഡ്സ് 7 ഡിവൈഡ്സ് a. 7 a നെ ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. Then there exists a number c. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്പർ ഉണ്ടാവും. a² ഈക്വൽ ടു 7b² ആണ് എങ്കിൽ a² 7 ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ a നെ 7 ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ a നെ 7 ഡിവൈഡ് ചെയ്ത നമ്പർ അവിടെ എവിടെയും ഉണ്ടാവും എന്നാണ് അർത്ഥം. That is a/7 c ആയിരിക്കും എന്ന് അർത്ഥം. So from here we will get a/7 ഈക്വൽ ടു c ആണെങ്കിൽ എന്ത് കിട്ടും? ആ c aയും ഗുണിച്ചാൽ കിട്ടും. c യും 7 ഗുണിച്ചാൽ 7c അതായിരിക്കും a. Then there exists a positive integer c such that a/7 a നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 7 ഡിവൈഡ്സ് a. 7 ഡിവൈഡ് ചെയ്യുന്നത് a നെ. ഓക്കെ, a എന്നുള്ളതിനെ 7 ഡിവൈഡ് ചെയ്യുന്ന a നെ 7 കൊണ്ട് ചെയ്ത ഒരു നമ്പർ കിട്ടും. a നെ 7 ചെയ്ത നമ്പർ കിട്ടും, c കിട്ടും. ഓക്കെ, അങ്ങനെയാണ് a ഈക്വൽ ടു 7c. a ഈക്വൽ ടു 7c ആണ്. ഇതിന്റെ രണ്ട് ഭാഗം സ്കോർ ചെയ്യും. എന്ത് ചെയ്യും? ഇത് a, അവിടെ 7c അല്ലേ, രണ്ടും സ്കോർ ചെയ്യാൻ ഇത് ഇങ്ങനെ സ്കോർ ചെയ്യും. ഇത് പിന്നെ ഒറ്റക്കുള്ള അപ്പൊ സ്കോർ a² ഈക്വൽ ടു എന്ത് വരും? 7c² സ്കോർ ചെയ്ത രണ്ടും 7 എന്താവും? 14 ആവും. c എന്താവും? c². സോ a² ഈക്വൽ ടു 14 and c² കിട്ടും. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇവിടെ ഇക്വേഷൻ നമ്പർ 1. a² പകരം എന്ത് കൊടുക്കാം? 14 and c² കൊടുക്കാം. ഈ ഇക്വേഷൻ എടുത്തിട്ട് ഇവിടെ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് a² ഫ്രം 1 to ഇക്വേഷൻ 2. a² കണ്ടാൽ 49 c² കൊടുക്കുക ഇവിടെ. സോ ഇതിനെന്ത് മാറ്റം വരും? ഇക്വേഷൻ 1 ഇങ്ങനെയാണ്. a² ഈക്വൽ ടു 7b² എന്നാണ്. ഈ 7b² അതുപോലെ ഇതാ a² പകരം 14 and c². ഇതിന് പകരം 14 and c² എഴുതാം. ഓക്കെ, ഇവിടെ ഈ 7 കൊണ്ട് കട്ട് ചെയ്യുക. ഇവിടെ 7 കട്ട് ചെയ്ത 1, ഇവിടെ 7 കട്ട് ചെയ്ത ബാക്കി 7 അല്ലെ. 7c² ഈക്വൽ ടു b² b² ഈക്വൽ ടു 7c². ഇവിടെ a² ഈക്വൽ ടു 7b² ആയപ്പോ എന്ത് ചെയ്യാം? a എന്ന നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. 7 ഡിവൈഡ്സ് a. 7 ഡിവൈഡ്സ് a എന്ന് പറഞ്ഞു. ഇവിടെയോ 7 ഡിവൈഡ്സ് b. b എന്നതിനെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന. ഹിയർ ദിസ് മീൻസ് എന്താണ്? b എന്നതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനർത്ഥം a എന്നുള്ളതിനെയും 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. a നെയും b നെയും 7 കൊണ്ട് ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ a/b നമ്മൾ പറഞ്ഞല്ലേ, a/b എന്ന ഫോർമുല a and b have no common factor എന്ന് പറഞ്ഞല്ലേ. a നെയും b നെയും ഒക്കെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാലും a എന്നുള്ളതിനെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, b എന്നുള്ളതിനെയും പറ്റും. ഇതിനെയും ഇതിനൊക്കെ ഹരിക്കാന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ മുകളിൽ 7 ഉണ്ട്, രണ്ടിലും 7 കോമൺ ഫാക്ടർ ആണെന്നാ. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്ത് കൊടുത്ത്
there exists positive integers a and b such that a and b have no common factor എന്നാണ് അസ്യൂം അല്ലേ. അപ്പോ ഇതെന്തുണ്ട്, കോമൺ ഫാക്ടർ ഉണ്ടെന്ന് കിട്ടി, വിച്ച് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ ദാറ്റ് √7 ഈസ് റാഷണൽ. ഇത് നമ്മൾ അസംഷനെ തെറ്റിക്കുന്നുണ്ട്. √7 റാഷണൽ എന്നല്ല നമ്മൾക്ക് അത് നേരെ തെറ്റിക്കുന്നുണ്ട്. therefore our assumption is wrong. നമ്മൾ അസ്യൂം ചെയ്ത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. therefore എന്താ, √7 റാഷണൽ അല്ലേ, അത് തെറ്റാണ്. √7 റാഷണൽ ഈസ് wrong. therefore √7 ഈസ് irrational. ഓക്കെ, ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുക. ഇതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. ഓക്കെ, പ്രൂവ് ദാറ്റ് √5 ഈസ് irrational using contradiction method. ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാം? അസ്യൂം √7 ഈസ് റാഷണൽ. അതാണ് സ്റ്റാർട്ടിങ് കേട്ടോ. അസ്യൂം √5 ഈസ് റാഷണൽ. √5 റാഷണൽ അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് റാഷണൽ ആണെങ്കിൽ അതിനെ നമുക്ക് റാഷണലിന്റെ ഫോർമുല എഴുതാം. എങ്ങനെ? then there exists a positive integers a and b such that a by b equal to, ഇത് റാഷണൽ ആണെങ്കിൽ ഈ ഫോർമുല എഴുതാം, where a and b have no common factor. ഓക്കെ, ഇനി സ്കോർ ചെയ്യാം. അവിടെ സ്കോർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, അവിടെ സ്കോർ ചെയ്യുമ്പോൾ ഇങ്ങനെ. ഇത് a സ്കോർ ബൈ b സ്കോർ വരും. അവിടെയോ √5 ന്റെ സ്കോർ 5. ഇനി b സ്കോർ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ a സ്കോർ ഈക്വൽ ടു 5b സ്കോർ. ഇതിന്റെ അർത്ഥം എന്താ? 5 ഡിവൈഡ്സ് a. 5 a ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ a എന്നുള്ളതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം then there exists, a 5 കൊണ്ട് ഡിവൈഡ് പറ്റുമെങ്കിൽ അതിനടുത്ത് നമ്പർ കിട്ടും. then there exists ഒരു നമ്പർ c ഉണ്ടാകും അവിടെ. then there exists a number c such that a by 5 c ആകും വിധം ഒരു c ഉണ്ടാകും. so from here we will get a equal to 5c. a equal to 5c എന്ന് കിട്ടും. ഓക്കെ, ഇതിവിടെ നോട്ടടാ, സ്കോർ ചെയ്യാം, രണ്ട് ഭാഗത്ത് സ്കോർ ചെയ്യാം. അപ്പൊ a സ്കോർ ഈക്വൽ ടു 25c സ്കോർ. ഇവിടെ എക്കും ബിക്കും കോമൺ ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത് കണ്ടോ. a സ്കോർ ഈക്വൽ ടു 25c സ്കോർ. ഇത് ഇക്വേഷൻ 2. ഇത് a സ്കോർ ഈക്വൽ ടു 25c സ്കോർ. ഇത് a സ്കോർ ഈക്വൽ ടു ഇങ്ങനെ. ഈ ഒന്നാമത്തെ ഇക്വേഷൻ a സ്കോർ അല്ലേ, a സ്കോറിന് പകരം 25c സ്കോർ കൊടുക്കാം. ഇവിടെ 25c സ്കോർ കൊടുക്കാം. 25c സ്കോർ ഈക്വൽ ടു 5b സ്കോർ കിട്ടും. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി 5 കിട്ടിയ അപ്പൊ ഇവിടെ 5c സ്കോർ കിട്ടും. 5c സ്കോർ ഈക്വൽ ടു b സ്കോർ. ഇതിനർത്ഥം എന്താ? 5 ഡിവൈഡ്സ് b. 5 കൊണ്ട് b യെ ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ b എന്നുള്ളതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ ബിക്ക് കോമൺ ഫാക്ടർ ആരുണ്ട്? 5 ഉണ്ട്. അതുപോലെ എക്കും കോമൺ ഫാക്ടർ 5 ഉണ്ട്. എക്കും ബിക്കും കോമൺ ഫാക്ടർ 5 ഉണ്ടെങ്കിൽ എനും ബിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ എക്കും ബിക്കും കോമൺ ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞത്, which contradicts our assumption that a and b have no common factor. എക്കും ബിക്കും കോമൺ ഫാക്ടർ എന്നുള്ള നമ്മുടെ അസംഷനെ അത് തെറ്റിക്കുന്നുണ്ട്. സോ അവർ അസംഷൻ ഇസ് റോങ്. ദാറ്റ് ഈസ് √7 റാഷണൽ നമ്മൾ എടുത്ത്, which is wrong, which means √5 അല്ലേ, √5 അല്ലേ. സോ √5 റാഷണൽ ഈസ് റോങ് ആണ്. therefore √5 ഈസ് irrational. ഇതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. ഓക്കെ, ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററുമായി തിരിച്ചു.